സിനിമാ താരങ്ങൾക്കെതിരായ ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന താരങ്ങൾക്കെല്ലാം എതിരായ കേസിൽ ഉടൻ അറസ്റ്റിന് സാധ്യതയില്ല എന്നൊരു റിപ്പോർട്ട് കൂടിയുണ്ടല്ലോ. വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്കാണോ എത്തുന്നത്? ഈ അന്വേഷണ സംഘം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും അറിയുന്നു. അപ്പോൾ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എങ്കിലും ഈ അറസ്റ്റ് കൂടുതൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമാകുമോ രാജീവ്? വീണ, തീർച്ചയായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അതിനുശേഷമായിരിക്കും പോലീസ് കടക്കുക. കാരണം സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ദിഖ് തുടങ്ങി 7ഓളം പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക. ആ അന്വേഷണ സംഘത്തിന്റെ തീരുമാനപ്രകാരമാണ് കേസ് ഉൾപ്പെടെ എടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അവർ എല്ലാ ദിവസവും ഈ അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ്, ഈ താരങ്ങൾ നൽകുന്ന മൊഴികൾ ഏത് രീതിയിലാണ്, അതായത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തും. ആ മൊഴികൾ വിശദമായി തന്നെ പരിശോധിക്കുകയും അതിനുശേഷമാകും അത്തരം നടപടികളിലേക്ക് പോകുക. മാത്രമല്ല ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായി ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും സിദ്ദിഖിനെതിരായ പരാതിയിൽ മസ്കറ്റ് ഹോട്ടലിലെ അധികൃതരോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സിദ്ദിഖ് അന്ന് താമസിച്ചിരുന്ന ഉൾപ്പെടെയുള്ള രേഖകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ എല്ലാ കേസുകളിലും വിശദമായ രേഖകൾ തന്നെ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനുശേഷമാവും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിൽ അന്വേഷണ സംഘം നൽകുന്ന സൂചന അനുസരിച്ച് സിദ്ദിഖിനും അതുപോലെ തന്നെ രഞ്ജിത്തിനും, സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതികൾ ഗുരുതര സ്വഭാവമുള്ളതാണ്. കാരണം പ്രഥമ ദൃഷ്ട്യാ ചില തെളിവുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖ ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തിടുക്കപ്പെട്ട് ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകില്ല. മാത്രമല്ല ഈ കേസിൽ പ്രതികളായവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതും അന്വേഷണ സംഘം കണക്കിലെടുത്താകും തുടർ നടപടികൾ ഉണ്ടാകുക. വരും ദിവസങ്ങളിൽ ഇവരുടെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുകയും ചെയ്യും. ഇതിനുശേഷം ഈ പരാതി നൽകിയവരുടെ വിശദമായ മൊഴി, നിലവിൽ തന്നെ 3 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും അവർക്ക് നൽകാനുള്ള തെളിവുകൾ, പലരും തങ്ങളുടെ കൈവശം തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സുപ്രീം കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ നിയമസംഹിത അനുസരിച്ച് ഡിജിറ്റൽ തെളിവുകളായി ശേഖരിക്കാം, പ്രധാനമായ തെളിവുകളായി ശേഖരിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ശേഖരിക്കുന്നത്. അതിനുശേഷം കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഏതായാലും ഈ വിഷയത്തിലും സർക്കാരിന്റെ നിലപാട് നിർണായകമാകാനുള്ള സാധ്യതയാണുള്ളത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി അനുസരിച്ചാകും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കുക. വീണ.